ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി ഒരു ചിക്കൻ മന്തി തയ്യാറാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചോറ് വെക്കുന്ന റൈസ് കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഉണക്ക നാരങ്ങയും ബാക്കിയുള്ള സ്പൈസസും കൂടി ഇട്ട് കൊടുക്കുക വെള്ളത്തിലേക്ക്. ഇനി കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ചോറ് നല്ല വിടർന്ന് നിൽക്കുന്നതായിരിക്കും. ഇനി നമ്മളിതാ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. രണ്ടെണ്ണമാണ് എടുത്തത്. അതിൽ ഞാൻ ഒന്നിൽ തന്നെ രണ്ടെണ്ണം ഉണ്ടാവും. അപ്പം ഞാൻ ഒട്ടാകെ 3 ഇട്ടിട്ടുള്ളത്. ഇനി ഇതാ റൈസ് എടുത്തിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടെടുത്ത് നല്ലോണം തിളപ്പിച്ചിട്ട് ഊറ്റി വയ്ക്കാം. വെളുത്തുള്ളി, തക്കാളി, സവാള, മല്ലിയില, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സിർക്ക എന്ന് പറയും. ഇനി മാഗി ക്യൂബ് 3 പൊട്ടിച്ചിടുന്നുണ്ട്. ഇനി നമ്മൾ ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ അരച്ച് പേസ്റ്റാക്കി എടുക്കുക. അത് ചിക്കനിലേക്ക് ഫോർക്ക് കൊണ്ട് കുത്തിയ ചിക്കനിലേക്ക് നമ്മൾ ഈ മസാല ഇട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നേരെ കുക്കറിലേക്ക് ഇത് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ബാക്കിയുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുക്കറിൽ വിസിലടിച്ച് എടുക്കാവുന്നതാണ്. ഇനി ആ വേവിച്ച ചിക്കൻ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നതാണ്. ഇനി ബാക്കിയുള്ളതിൻ്റെ ഗ്രേവി ഇല്ല, വേവിച്ച ഗ്രേവി നമ്മൾ വറ്റിച്ച് കുറുക്കിയെടുക്കുകയാണ്. അതിൽ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് നമ്മൾ. പിന്നെ നമ്മളിതാ ഈ ചിക്കനിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് ചോറിലേക്ക് ഒഴിച്ചിരുന്നു. 2 പച്ചമുളകും കൂടി ചോറ് ഉണ്ടാക്കിയതിന് ശേഷം കുത്തി വെച്ചായിരുന്നു. ഇനി നമ്മളിത് റൈസ് ഇട്ടതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുക, റൈസ് ഇട്ട് കൊടുക്കുക. ഇനി നല്ല രീതിയിൽ തന്നെ കവറിങ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതാ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ സ്റ്റോക്കില്ലേ, അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി സാധാരണ വെള്ളത്തിൽ കലക്കിയതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ചാർക്കോൾ കത്തിച്ചതിന് ശേഷം ഒരു കോപ്പ വെച്ചതിന് ശേഷം അതിലേക്ക് എണ്ണയും കൂടി ഒഴിച്ച് പുകയിച്ചിട്ട് നമ്മൾ ഒരു 10 മിനിറ്റാണ് മൂടി വയ്ക്കുന്നത്. അത് മൂടി വെച്ച് തുറന്നു കഴിഞ്ഞാൽ നല്ല മണം വരുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ് നല്ലൊരു ചിക്കൻ മന്തി. എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ട്ടാ.